ഈ നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റില്ല. അതില് ഇല്ലേ, നമ്മളതിന്റെ രാഷ്ട്രീയ പ്രതികാരത്തിലൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവര് പറഞ്ഞത് ഒരു തെളിവില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വീഡിയോ ഹാജരാക്കിയപ്പോ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എന്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പൊ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. ഇത്രയാണ് തീരുമാനങ്ങൾ. പിന്നെ മഴക്കാല പൂർവ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചിട്ടുണ്ട്. അത് കുറെ കൂടി മെച്ചപ്പെടുത്തി കുറെ കൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി അത് സ്വീകരിക്കും. അടുത്ത മന്ത്രിസഭാ യോഗം ബുധനാഴ്ച ക്രമം അനുസരിച്ച്, ഇതൊരു കൺവെൻഷനായിട്ട് ചേരുന്നതാണ്, അടുത്തതും അത് ചെയ്യും. ഇതൊക്കെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ഇപ്പോഴല്ലേ നമ്മൾ ഒപ്പിട്ട് ചാർജ് എടുത്തത്. നമുക്കതിന്റെ ഫിസിക്കൽ ഇമ്പാക്ട് എന്താണ്, മറ്റു കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മളിപ്പോ ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ്, ഒരു വർഷം എത്ര വരുമാനം ഉണ്ട്, അതിന്റെ ഫിനാൻഷ്യൽ ഇമ്പാക്ട് സാധാരണക്കാരുടെ മീതെ എത്രയാണ് കൂടുന്നത് എന്നെല്ലാം ഒന്നൊരു പരിശോധിച്ചിട്ട് ഒരു തീരുമാനം അടുത്ത ക്യാബിനറ്റിലോ അല്ലെങ്കിൽ ഉണ്ടാവും. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. തീർച്ചയായിട്ടും ധവളപത്രം ഇറക്കും, സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചുള്ള ധവളപത്രം ഇറക്കും. അത് തീരുമാനമായിട്ടുണ്ട്. അത് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല, വിദഗ്ധരായ ആളുകളെ ഒരു ടീം അത് പിന്നീട് പ്രഖ്യാപിക്കും. വളരെ പെട്ടെന്ന് വേണം. സാമ്പത്തിക വിദഗ്ധരായ ആളുകളുടെ ഒരു ടീം അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അത് പരിശോധിച്ച് നിലവിലെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധവളപത്രം ഉണ്ടാവും. അല്ല, അതല്ല ഞാൻ പറയാം. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് തരും. 15-ാം തീയതി മുതൽ നടപ്പാക്കും. വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തരും നിങ്ങൾക്ക്. അല്ലല്ല, അതൊന്നും എല്ലാം കൂടി നമ്മളൊരു ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനിച്ച അടുത്ത ദിവസമൊക്കെ പോയി വെറുതെ ഇരിക്കേണ്ടി വരില്ലേ, ചുമ്മാ. ഇല്ലില്ല, SIT രൂപീകരിച്ച അത് ആഭ്യന്തര വകുപ്പാണ് അത് ചെയ്യേണ്ടത്. അതൊക്കെ അവര് ചെയ്തോളും ഭംഗിയായിട്ട്. അതിനൊക്കെ ക്യാബിനറ്റ് എടുക്കേണ്ടതായി.